ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. 2025ക്ക് വേണ്ടിയിട്ടുള്ള വിഷൻ ബോർഡ്. എന്തായാലും 2024 എൻഡ് ആവാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വിഷൻ ബോർഡാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ വിഷൻ ബോർഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റയിൽ നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും എല്ലാവരുടെയും വിഷൻ ബോർഡ് കാണാം. ശരിക്കും വിഷൻ ബോർഡ് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അടുത്ത വർഷം അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് നമ്മൾ പിക്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളത് എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ ക്യാൻവാസിൽ ഒട്ടിച്ച് വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൊലാജ് പോലെ ഉണ്ടാക്കി നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പറായിട്ട് നമുക്ക് വയ്ക്കാം. ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നും ഈ ഒരു ബോർഡിനോ അല്ലെങ്കിൽ ഈ ഒരു പിക്ചേഴ്സിനെ കാണുമ്പോൾ ദാറ്റ് കീപ്സ് റിമൈൻഡിങ് അസ് നമ്മുടെ ഗോൾസിനെ കുറിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊക്കെ നോക്കി ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അത് നമ്മളെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു വിഷൻ ബോർഡിൻ്റെ ഉള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇൻ ദ സെൻസ് ഈ 2024 വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ഇയർ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഡിജിറ്റൽ വിഷൻ ബോർഡാണ് ഉണ്ടാക്കിയത്. കാരണം ഞാനൊരു കോൺസെപ്റ്റിലേക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ജസ്റ്റ് ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡ് പിൻട്രസ്റ്റിൽ നിന്ന് എനിക്ക് വേണ്ട പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ക്യാൻവയിൽ പോയിട്ട് ഒന്ന് കൊലാജാക്കി ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നും നമ്മൾ ഫോൺ തുറക്കുമ്പോഴും ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മളെപ്പോഴും ആ ഒരു ഇമേജ് കാണുമായിരുന്നു. പക്ഷേ ഞാനിപ്പം അതിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഈ വർഷം ത്രൂ ഔട്ട് എനിക്കത് കുറേ നടന്നിട്ടുണ്ട്, കുറച്ച് നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ രണ്ടും സംഭവിച്ചിട്ടുണ്ട്. ചിലതൊക്കെ നടന്നിട്ടുണ്ട്, ചില ആഗ്രഹങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് കുറച്ച് കാറ്റഗറി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ റിലേറ്റഡ് വേണം എന്നുള്ളത് ഞാൻ ആദ്യമേ ഒരു ബുക്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഈ വട്ടം എൻ്റെ ഗോൾസ് ഭയങ്കര സ്പെസിഫിക് ആണ് 2025ലേക്കുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഫോക്കസ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ സ്റ്റഡീസിനാണ്. അപ്പോൾ ആ സ്റ്റഡീസ് റിലേറ്റഡിൽ എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ളൊരിത് ഞാൻ ഓൾറെഡി പിൻട്രസ്റ്റിൽ പോയിട്ട് ഇമേജൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ വർഷം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യൂട്യൂബിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടും ഞാനിങ്ങനെ യൂട്യൂബ് റിലേറ്റഡ് ഇമേജസ് നമുക്ക് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് അങ്ങനത്തെ കുറച്ച് ഇമേജൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രാവലിൻ്റെ കാര്യത്തിലും നമ്മളിപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വെക്കാണ്ടിരിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ നടന്നില്ലെങ്കിൽ നമുക്ക് ഈ വിഷൻ ബോർഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് തന്നെ നമുക്ക് വെറുപ്പ് തോന്നുന്നൊരു സിറ്റുവേഷൻ, നമുക്കത് വർക്കാവില്ല തോന്നുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. എനിക്കറിയാം ഈ ഒരു വർഷം അല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷം എനിക്ക് എന്തായാലും ഒരു ഇൻ്റർനാഷണൽ ട്രാവലൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതെൻ്റെ ഔട്ട് ഓഫ് ബഡ്ജറ്റാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രാവലിനെ കുറിച്ച് ഞാൻ ഈ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിൽ കൂടുതലും ഇന്ത്യക്കും, ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്, അപ്പോൾ കർണാടകയ്ക്കും ചുറ്റുമുള്ള ഏരിയാസാണ് ഞാൻ വെച്ചത്. ഓക്കെ, അപ്പം അതെനിക്ക് കുറച്ചും കൂടിയും അച്ചീവ് ചെയ്യാൻ ഈസിയാണ്. ഞാൻ ശ്രമിച്ച് പറ്റും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഒരുപാട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. അപ്പം കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെച്ചാൽ ചില ഗോൾസ് ഇപ്പോൾ ചെറിയ സിമ്പിളായിട്ടുള്ള ഗോൾസ് വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനിയും കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഹയർ ഗോൾസ് നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ചില ഗോൾസ് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ചിലത് കുറച്ചും കൂടി ടഫ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഉള്ളതായിരിക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ പല കാറ്റഗറീസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എഡ്യൂക്കേഷൻ ഒരു കാറ്റഗറി വെച്ചു, അതുപോലെ തന്നെ യൂട്യൂബിന് വെച്ചു, പിന്നെ ട്രാവലിന് എനിക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ ഇമേജസൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു കൊലാജാക്കി വെച്ചു. പിന്നെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളെ ചെറിയ ചെറിയ ഹോബീസ് ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനൊരു റിലേറ്റഡ് ഗോൾസായിട്ട് വെച്ചു. പിന്നെ കുറേ ഞാൻ അഫർമേഷൻസാണ് എടുത്തത്. ഇപ്പം നമ്മുടെ 1111 ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും,
പിന്നെ അഫർമേഷൻസ് ഉണ്ടല്ലോ. അഫർമേഷൻ എന്ന് വെച്ചാൽ ലൈക്ക് ഐ എം ഇൻ മൈ ഗ്ലോ അപ്പ് എറ, ഐ എം ബ്യൂട്ടിഫുൾ, ഇങ്ങനത്തെ കുറച്ച് അഫർമേഷൻസ് ആണ് ഞാൻ വെച്ചത്. അപ്പോൾ അതെന്നും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്ന രീതിയിൽ കുറച്ച് അഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഈ ഒരു ബോർഡൊക്കെ നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ഇമേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒക്കെ ഒരു ഡൗൺലോഡ് ചെയ്ത് ഒരു കൊലാജ് പോലെ ആക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. കളർ പ്രിൻ്റ് ആയിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ. ഈ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വരിക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു KG കാർഡ്ബോർഡ്. ഞാനിപ്പോൾ ഒരു ചാർട്ട് പേപ്പറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എമൗണ്ട് നമുക്ക് ഈ വിഷൻ ബോർഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്കൊരു ക്യാൻവാസ് ബോർഡ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ നോർമൽ വൈറ്റ് ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് വന്നു. അതെനിക്കിവിടെ ഒരു 6 റുപ്പീസിനാണ് എനിക്കത് കിട്ടിയത്. എന്നിട്ടൊരു ഗ്ലൂവും പിന്നെ സിസേഴ്സ് പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ശരിക്കും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ. ഇതിന് ശേഷം നമ്മളുടെ ഇമേജും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് വിഷൻ ബോർഡിൽ എന്നിട്ട് അത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്കിതൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ വിഷൻ ബോർഡിൻ്റെ കാര്യം. ഇപ്പം എൻ്റെ വിഷൻ ബോർഡ് ഞാനിവിടെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ എന്നും ഈ ഒരു കാണുന്ന രീതിയിൽ, നമുക്ക് എപ്പോഴും ഈ ഒരു സംഭവം കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും ചുമരിൽ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് വയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ നമ്മൾ എന്നും രാവിലെ എണീറ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ അതിനെ നോക്കി അതിലുള്ള എല്ലാ പിക്ചേഴ്സിനെയും നോക്കി നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ഹലോ, അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ 2024 വേണ്ടിയിട്ടൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിരുന്ന കാര്യം. അപ്പോൾ ആ വിഷൻ ബോർഡ് ഞാൻ ശരിക്കും ക്യാൻവയിൽ പിൻട്രസ്റ്റിൽ പോയിട്ട് ജസ്റ്റ് ഒരു 5-6 പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് അത് ക്യാൻവയിൽ പോയിട്ട് ഒരു കൊലാജ് ഉണ്ടാക്കി. ഓൾറെഡി ആ ഒരു നമ്മുടെ വിഷൻ ബോർഡിൻ്റെ കുറേ ടെംപ്ലേറ്റ്സ് ക്യാൻവയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ടെംപ്ലേറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ഓൾറെഡി ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സ്, ആ പിക്ചേഴ്സിനെ റിപ്ലേസ് ചെയ്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വിഷൻ ബോർഡ് ലാസ്റ്റ് ഇയർ ഉണ്ടാക്കിയത്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക അങ്ങനെ കാശ് ചിലവാക്കുന്ന യാതൊരു കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ ഒരു ഇത് ഇമേജിനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് പിന്നെ അതെൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് വെക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ കുറേ ലഗേജിൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ട്രാവലിങ്ങിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ പോയതും ഞാൻ എൻ്റെ ഈ ഒരു 2025 വിഷൻ ബോർഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരുപാട് ഇന്ത്യക്ക് പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്നത് എൻ്റെ ഔട്ട് ഓഫ് ബഡ്ജറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു 2024 എൻ്റെ ഔട്ട് ഓഫ് ബഡ്ജറ്റ് റീജിയനായിരുന്നു നോർത്ത് ഇന്ത്യ. അപ്പോൾ അവിടെ വരെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ട്രാവലിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എവിടേക്കെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു ഞാൻ വെച്ചത്. പക്ഷേ കഴിഞ്ഞ വർഷം ഫെബ്രുവരി സമയത്ത് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജയ്പൂർ പോയി. അപ്പോൾ രാജസ്ഥാൻ അങ്ങനെ കവർ ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു ഏപ്രിൽ മെയ് ഒരു ടൈമിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് ഡൽഹി, ആഗ്ര, മധുര ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ, വൃന്ദാവൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റി. കാരണം ട്രെയിനിൻ്റെ എക്സ്പെൻസ് ആയാലും തിരിച്ച് അവർ വന്നത് ഞങ്ങൾ ഫ്ലൈറ്റിലാണ് ബാംഗ്ലൂർക്ക്. അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസ് ആണെങ്കിലും അവിടെ താമസിച്ച എക്സ്പെൻസും ഒക്കെ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അതൊരു കാര്യമാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ വിഷൻ ബോർഡിൽ എനിക്ക് സത്യമായിട്ട് നടന്നത്. കാരണം ഞാൻ നോർത്ത് ഇന്ത്യ വരെ ഞാൻ ട്രാവൽ ചെയ്യും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു കൂടുതലെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പുറത്തേക്ക് പോകുള്ളൂ, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് ഞാനിപ്പോൾ നോർത്തിൽ അത്രയും നാൾ ഒരു 10-15 ഡേയ്സ് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം എനിക്ക് ഒരു ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമായിരുന്നു എൻ്റെ കോളേജിൽ നിന്ന് ആ ഒരു സംഭവത്തിലേക്ക് സെലക്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊപ്പം ട്രാവൽ ചെയ്യുന്നു ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്ന് നടന്നു. ഈ ഒരു വിഷൻ ബോർഡിൽ ഞാൻ ജസ്റ്റ് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലഗേജിൻ്റെ പിക്ചർ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഇത്രയും സ്ഥലങ്ങൾ ഞാൻ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ പറ്റി. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ബുക്സ് വായിക്കുന്നത്, എനിക്ക് പൊതുവേ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഹാർഡ്ലി ഒരു 3-4 ബുക്കാണ്, ഫിസിക്കൽ ബുക്സാണ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് എനിക്ക് ഫിസിക്കൽ ബുക്സ് വായിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ എനിക്ക് PDF ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ വായിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് അച്ഛനും അമ്മയും കാശ് തരണമല്ലോ. അപ്പം അധികം ബുക്സൊന്നും ഞാൻ വായിക്കാറുമില്ല. അപ്പോൾ ഈ 2024 അറ്റ്ലീസ്റ്റ് ഒരു ബുക്ക് ഒരു മാസമെങ്കിലും വായിക്കണം എന്നായിരുന്നു എൻ്റെ ഗോൾ. അങ്ങനെ ഞാൻ ഇപ്പോൾ ഫേബിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടും അതിൽ ഞാൻ 12 ബുക്സ് വായിക്കണം
ഓരോ മാസം ഓരോ ബുക്ക് എന്നുള്ള രീതിയിൽ വായിക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വർഷത്തോടെ കഴിഞ്ഞ മാസത്തോടെ നവംബറിൽ തന്നെ ഞാൻ ആ 12 ബുക്സിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 12 ബുക്സ് ഓൾറെഡി വായിച്ച് തീർന്നു. അപ്പോൾ അതും കുറച്ച് ബുക്സ് വായിക്കണം എന്നുള്ളതായിരുന്നു. അതും ഒരു വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്നു. അതെനിക്ക് സക്സസ്ഫുള്ളായിട്ട് ആ ഒരു സംഭവം നടന്നു. നെക്സ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഗ്രാജുവേഷൻ്റെ പിക്ചറായിരുന്നു. കാരണം ആ ഒരു ഇമേജ് ഇടാൻ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും വിഷൻ ബോർഡിനെ കുറിച്ചിട്ട് എനിക്കത് നടക്കുകയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടൊരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് 100% കോൺഫിഡൻറ്റോടെ അത് ഈ ഒരു സംഭവം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നത് എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രാജുവേഷൻ്റെ സിമ്പിൾ വെച്ചിട്ട് ഞാൻ ആ ഒരു ഇതിലിട്ടു. അപ്പോൾ ഇത് വിഷൻ ബോർഡ് ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ ഒരു മൈൻഡിൽ ഈ ഒരു കാര്യം മാത്രമേ നടക്കുള്ളൂ, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. അപ്പം അതാണ് ഞാൻ ഇട്ടത്. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷനും സക്സസ്ഫുള്ളി തീർന്നു. പിന്നെ നടുക്ക് ഞാൻ മണിയുടെ ഒരു ഐക്കൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കുറേ പൈസ വേണമെന്നല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ആ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ എനിക്കൊരു 6 months ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ 6 months എന്തെങ്കിലും ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നായിരുന്നു ആ ഒരു മണി എന്ന സിമ്പലിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്ക് കറക്റ്റായി. ഞാൻ ജസ്റ്റ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും 1 മാസമായിരിക്കും ഞാൻ വീട്ടിലിരുന്നിട്ടുണ്ടാവുക. ആ 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഒരു ജോലി കണ്ടുപിടിച്ച് ഞാൻ ജോലിക്ക് കയറി. ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റും ആണ്. നെക്സ്റ്റ് താഴെ ഞാൻ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി കൂടുതലും ഈ സ്റ്റഡീസ് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പം മാസ്റ്റേഴ്സിൻ്റെ എൻട്രൻസ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുൻപ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളൊരു ഇതാണ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കോളേജ് തീർന്നിട്ടാണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ കുറേ വെബിനാർസൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റഡിയുടെ കാര്യം അത് ഞാൻ കറക്റ്റായിട്ട് നടന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതും കറക്റ്റായിട്ട് നടന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്നായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഈ 1000-ന് പകരം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന പിക്ചർ 100-ൻ്റെ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് തോന്നി 100 വളരെ ചെറിയ ഗോളായി. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചും കൂടിയും ഒരു ഹയർ ഇതിലേക്ക് നോക്കണം എന്ന് വിചാരിച്ചാൽ 1000 ഇട്ടത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചാനലിന് 668 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 668 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കുന്നത് 2023-ലാണ്. ഈ 2023 ഒരു എൻഡിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലേ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും കുറേ വീഡിയോസ് ഇടുന്നതും ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങനെ കൂടി ഇപ്പോൾ വരുന്നതും. അപ്പോൾ അത്രയും 1000 ഇപ്പോൾ ഞാൻ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഹാഫ് വേ ത്രൂ കഴിഞ്ഞു. 500 ഓൾറെഡി ആയല്ലോ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നി. ഞാൻ എപ്പോൾ യൂട്യൂബിന് ഇത് കണ്ടാലും അപ്പോൾ ഞാൻ ആലോചിക്കും, ഓക്കെ അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം എന്നുള്ളൊരു കാര്യത്തിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വർഷം ഞാൻ ഡെയിലി വീഡിയോസ് അങ്ങനെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇടാറ്. ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ആഴ്ചയിൽ 2 വീഡിയോസെങ്കിലും ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാനും അധികം എഫേർട്ട് ഇട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ടും കൂടി ആയിരിക്കാം ഈ ഒരു 1000 എന്നുള്ളൊരിത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് സ്കിൻ കെയർ റിലേറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാലും കൂടുതൽ വീഡിയോസ് ചെയ്തിരിക്കുന്നത് ഈ ഫേസ് മാസ്കിൻ്റെയും കാര്യങ്ങളാണ്. അപ്പോൾ സ്കിൻ കെയർ എന്നുള്ള സംഭവം ഞാൻ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഹെയർ ആണ് കേട്ടോ. അപ്പം ഹെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കിപ്പം അങ്ങനെ വലിയ ഗ്രോത്തോ ഡിഫറൻസോ അങ്ങനത്തെ ഒന്നും എനിക്ക് അങ്ങനെ അധികം ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും കമ്പാരേറ്റീവ്ലി ഹെയർ ഫോൾ ഒന്നുമില്ല. അതന്നെ ഒരു വലിയ സമാധാനം. ഇല്ലെങ്കിൽ അതായിരിക്കും മെയിൻ ആയിട്ടുള്ള സ്ട്രെസ് ഉള്ളൊരു ഫാക്ടർ. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒരിട്ടത് ഹെയറിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതിൽ നടക്കാണ്ട് പോയൊരു കാര്യമുണ്ട്, അതാണ് ഡ്രൈവിങ്. പക്ഷെ അത് ഞാൻ എൻ്റെ പിക്ചറിൽ എൻ്റെ വാൾപേപ്പറിൽ ക്രോപ്പ് ചെയ്തിട്ടപ്പോൾ ആ ഡ്രൈവിങ്ങിൻ്റെ പിക്ചർ എനിക്ക് ഒട്ടും കാണുന്നുണ്ടായിരുന്നില്ല. അത് കാണുന്നില്ലെങ്കിലും എനിക്കറിയാമായിരുന്നു എനിക്കിങ്ങനൊരു ഗോൾ ഉണ്ടെന്ന്. പക്ഷെ അത് മാത്രം നടന്നില്ല. ബാക്കിയെല്ലാം പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നടന്നു. ആ ഒരു ഗോൾ മാത്രം ഇതിൽ നടന്നില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ അതിന് 0 എഫേർട്ടാണ് ഞാൻ ഇട്ടത്. ഞാൻ ഒട്ടും എഫേർട്ട് എടുത്തില്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, അച്ഛൻ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ കാർ എടുക്കാനും ഞാൻ അതിനൊന്നും ഒരു എഫേർട്ട് എടുത്തില്ല. ഞാൻ അവരുടെ അടുത്ത് ഈ ഒരു വർഷം
ചോദിച്ചിട്ടേ ഇല്ല എനിക്ക് വണ്ടി ഓടിക്കാൻ എന്നെ പഠിപ്പിച്ചു തരുമെന്ന്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി എൻ്റെ മിസ്റ്റേക്കാണ്. അങ്ങനെ ഒരു അപ്പം ഇതിന് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ബോർഡ് ഒരു ഇമേജ് വെച്ചു എന്ന് വിചാരിച്ചിട്ട് അത് സത്യമാവുന്നില്ല. ആ ഇമേജ് എപ്പോഴും കാണുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് നടക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇടണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു എഫേർട്ടും എടുക്കാണ്ട് ജസ്റ്റ് ആ ഒരു ഇമേജ് നമ്മൾ വിഷൻ ബോർഡിൽ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ആ വിഷൻ ബോർഡ് ശരിയാവണമെന്നില്ല. അപ്പം ഇത്രയുള്ള വിഷൻ ബോർഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ കമൻറ്റ്സിൽ വന്നിട്ട് തന്നെ ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. എനിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല ഈ വിഷൻ ബോർഡിനെ കുറിച്ചിട്ട്. എനിക്കും യൂട്യൂബിൽ കണ്ടതും ഇൻസ്റ്റയിൽ കണ്ട ഇതുള്ളൂ. പിന്നെ ഞാനൊരു കഴിഞ്ഞ വർഷം ഒരു ചെറിയ വിഷൻ ബോർഡ് ഉണ്ടാക്കി. അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നടന്ന ആ ഒരു കോൺഫിഡൻസിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഒരു വലിയ വിഷൻ ബോർഡ് ഉണ്ടാക്കി എൻ്റെ വാളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.